ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ല കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിനായി ഞാനിവിടെ ഇങ്ങനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ഫാറ്റ് മിൽക്ക് വേണേ, അതാവുമ്പോൾ നമുക്ക് നല്ല തൈര് കിട്ടുള്ളൂ. പാക്കറ്റ് പാലിലൊക്കെ കുറച്ചധികം വെള്ളം ഉണ്ടാവും, അപ്പോൾ കുറേ നേരം വറ്റിച്ചെടുക്കേണ്ടി വരും. ഇത് വീട്ടിനടുത്തൊക്കെ വരുന്ന പാലില്ലേ, നല്ല ഫാറ്റ് മിൽക്ക്, അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയുകയും ചെയ്യും, നല്ല തൈരും കിട്ടും. ഞാനിവിടെ ഇവിടെയൊക്കെ കൊണ്ടുവരുന്ന അവിടെ നിന്ന് വാങ്ങിയതാണ്. നല്ല ഫാറ്റ് മിൽക്കാണിത്. പാക്കറ്റ് പാലിനെ കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ, പക്ഷെ കുറച്ചുകൂടെ ഇങ്ങനെ വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഈ പാനിൽ അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ ഒരു 4 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു തവി കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്, ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ടിങ്ങനെ പത പോലെ തിളച്ച് വരാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുക. ആദ്യം നല്ലോണം തീ കൂട്ടി വെച്ചിട്ട്, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് തിള വരാൻ നോക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളച്ച് പോവാതെ തിള വരാൻ നോക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഒരു തിളച്ച് പൊന്തുമ്പോൾ നല്ലൊരു മണം വരും, നല്ല മിൽക്കിൻ്റെ ഒരു മണം വരും. അപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള തൈര് കൊടുക്കുന്നത്, ഇങ്ങനെ സെറ്റ് തൈര് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. വയറ്റിലൊക്കെ അധികം പുളിയൊന്നും ഇല്ലാതിരിക്കുമല്ലോ, നമ്മളിങ്ങനെ അന്നന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള തൈരൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ നല്ല ഫാറ്റ് മിൽക്കൊക്കെ കിട്ടുമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. പതച്ച് പൊന്താതെ നോക്കണം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, പാല് വെന്തിട്ട് വരുന്നൊരു മണമില്ലേ, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ വേണം നമ്മൾ തീ ഓഫ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. നമുക്കിതൊന്ന് തണിയെ മാറ്റി വെക്കാം കേട്ടോ. തണിയെന്ന് പറഞ്ഞാൽ നല്ല ചൂട് വേണ്ട, അതായത് നമുക്ക് തൊട്ടാൽ അറിയുന്ന ഒരു ചൂട് വേണം. തീരെ തണുത്ത് പോകാൻ പാടില്ല. തൊട്ടാൽ അറിയുന്ന ഒരു ചൂടുണ്ടാകുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. പാല് ചെറിയ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, ഇങ്ങനെ ബബിൾസ് വരുന്ന പോലെ. പിന്നെ തൈര് കടയാനൊക്കെ ഉപയോഗിക്കുന്നൊരു തവിയില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയുമായിരുന്നു ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ. വെറുതെ ഇങ്ങനെ ഒരു ബബിൾസ് വരുന്ന പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എൻ്റെ അടുത്ത് അതുപോലത്തെ തവിയൊന്നുമില്ല, നമുക്ക് ഉള്ളത് കൊണ്ട് ചെയ്ത് നോക്കാം അല്ലേ. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റാം. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഒഴിച്ച് വയ്ക്കാൻ പോകുന്നത്. ഏത് പാത്രത്തിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പാലിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം.
നമ്മൾ എങ്ങനെയുള്ള തൈരാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതുപോലുള്ള തൈരാണ് നമുക്ക് കിട്ടുക. കുറച്ച് വെള്ളമൊക്കെ ഉള്ള പോലത്തെ തൈരാണെങ്കിൽ അതേപോലുള്ള തൈരാണ് നമുക്കിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ കുറച്ച് നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ നോക്കാം. അങ്ങനെയല്ലെങ്കിൽ ഇതുപോലെ അരിപ്പയിൽ ഇങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെക്കുക. ഞാൻ അതുപോലെ വെച്ചിരിക്കുന്നതാണിത്. ഇതിൽ നിന്ന് 1 സ്പൂൺ മതി. കണ്ടോ, നല്ല കട്ട തൈര് കണ്ടോ. ഇതിൽ നിന്ന് ഇതുപോലെ ഒറ്റ സ്പൂണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 8-10 മണിക്കൂറെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ല സെറ്റായിട്ട് വന്നോളും. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 8-10 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 10 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നല്ല കട്ട തൈര് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം കേട്ടോ. സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം തൈര് റെഡി ആയിനോ. തൈര് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കട്ട തൈര് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.